നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 3-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം. ഉദ്ധവർ നടത്തുന്ന ഭഗവാന്റെ ബാലലീലാ വർണ്ണനം. അത ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച ഇതി ഭാഗവത പൃഷ്ഠാക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യോസ്മാരിതേശ്വര. ശ്രീ ശുഗർ പറഞ്ഞു, ഇപ്രകാരം വിതുരർ ചോദിച്ചപ്പോൾ പ്രിയനായ ഭഗവാനെ സ്മരിക്കാനിടയായതുകൊണ്ട് ഭക്തനായ ഉദ്ധവർ ഭഗവാന്റെ വിരഹ ദുഃഖ നിമിത്തം വിരഹദുഃഖം വീണ്ടും ഇടയായപ്പോൾ തൊണ്ടയിടറുകയും കണ്ണുനീർ പ്രവഹിക്കുകയും ചെയ്തതിനാൽ മറുപടി പറയാൻ ശക്തനായില്ല. യപ്പഞ്ചഹായനോ മാത്ര പ്രാതരാശായജിത തന്നൈചരജയന്യസ്യ സപര്യാം ബാലലീലയ. ഉദ്ധവർ ബാല്യം മുതലേ പരമഭക്തനായിരുന്നു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെച്ച് കുട്ടിക്കളിയായി പൂജ ചെയ്തിരുന്നു. മാതാവ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പൂജയിൽ അസക്തനായിരുന്ന ബാലൻ ഭക്ഷണത്തിന് ആഗ്രഹിച്ചില്ല. സഗതം സേവയാ തസ്യാകാലേന ജരസം ഗത പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയ ഭർത്തുപാദാവനുസ്മരൻ. ആ ഭഗവാന്റെ സേവ ചെയ്ത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഉദ്ധവർ ഇപ്പോൾ വിതുരർ ഭഗവാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭഗവത്പാദ കമലങ്ങളെ ഓർമ്മിച്ചുണ്ടായ ദുഃഖത്താൽ മറുപടി പറയാൻ ശക്തനാകാത്തതിൽ അതിശയമില്ല. സമുഹൂർത്തം അഭൂതുഷ്ണീം കൃഷ്ണാംഗ്രിസുതയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത. ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ സ്മരിച്ചപ്പോൾ ഉണ്ടായ പരമാനന്ദ രസരൂപത്താൽ നിർവൃതി അടഞ്ഞവനും തീവ്രമായ ഭക്തിയോഗം കൊണ്ട് നിമഗ്നനും നിർവൃതനുമായി ഉദ്ധവർ കുറെ നേരം മൗനമായിരുന്നു. പുളകോൾ ഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാശുജ പൂർണ്ണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത. ഭഗവത് സ്മരണ കൊണ്ട് സമാധി അവസ്ഥ പ്രാപിച്ചപ്പോൾ സർവ അവയവങ്ങളിലും രോമാഞ്ചമുണ്ടായി. അർദ്ധനിമീലിതമായിരുന്ന കണ്ണുകളിൽ നിന്ന് അശ്രുപ്രവാഹമുണ്ടായി. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമപ്രേമരസപ്രസരം കൊണ്ട് ബാഹ്യഭാവങ്ങളെ മറന്നിരുന്നു. ശനകേ ഭഗവത് ലോകാന്തർലോകം പുനരാഗത വിമജ്യ നേത്രേ വിദുരം പ്രത്യാഹോ തവ ഉസ്മയൻ. ഭഗവാന്റെ ലോകത്തു നിന്നും മെല്ലെ മെല്ലെ മനുഷ്യലോകത്തിലേക്ക് ആഗതനായ ഉദ്ധവർ 2 കണ്ണുകളും തുടച്ചിട്ട് ആ സമാധി സുഖത്തിൽ വിസ്മയപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. ഉദ്ധവോ വാച കൃഷ്ണദ്യുമണി നിമ്ലോജേ ഗീർണേഷജഗരേണ കിം നു നഹ കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേശ്വഹം. ഉദ്ധവർ പറഞ്ഞു, ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കാലനാകുന്ന മഹാസർപ്പത്താൽ വിഴുങ്ങപ്പെട്ടും സമൃദ്ധികളെല്ലാം നശിച്ചു വരിക്കുന്ന നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ എന്തൊരു സൗഖ്യമാണ് അവശേഷിച്ചിരിക്കുന്നത്. എന്തു കുശലത്തെയാണ് ഞാൻ പറയേണ്ടത്. ദുർഭഗോപതലോകോയം യദവോ നിതരാമവി ഏ സംവസന്തോ നവിദൂർ ഹരിമീനായിവോടുവം. ഈ ലോകം ഭാഗ്യഹീനമായി. അതിലും ഏറ്റവും കഷ്ടം യദുകുലത്തിൽ ജനിച്ചവർ തന്നെ. കാരണം യാദവർ കൃഷ്ണനോടൊത്ത് വസിച്ചിട്ടും മത്സ്യങ്ങൾ തങ്ങളോടൊത്ത് വസിച്ച ചന്ദ്രനെ എന്ന പോലെ ഹരിയെ തിരിച്ചറിഞ്ഞില്ല. മത്സ്യങ്ങൾ അമൃതനിധിയായ ചന്ദ്രനെ തിരിച്ചറിയുന്നില്ല, തങ്ങളിൽ ഒരാൾ മാത്രമായി കാണുന്നു. അതുപോലെ യാദവകുലത്തിൽ ജനിച്ച് അവരെ സദാ രക്ഷിച്ചു കൊണ്ടു കഴിഞ്ഞ കൃഷ്ണനെ അവർ വെറുമൊരു യാദവനായിട്ട് മാത്രം കണ്ടു. ഇപ്പോൾ ആ പൂർണ്ണചന്ദ്രൻ മറഞ്ഞിരിക്കുന്നു. നീതജ്ഞാപുരുപ്രൗഢായേകാരാമാശ്ച സാത്വതാം ഋഷഭം സർവേ ഭൂതാവാ സമമം സദാ. പരാഭിപ്രായം അറിയുന്നവരും ഏറ്റവും പ്രൗഢിയുള്ളവരും ഏകമായ പരബ്രഹ്മത്തിൽ മാത്രം രമിക്കുന്നവരുമായിരുന്ന ഭക്തന്മാർ അവരുടെ സ്വാമിയായ ശ്രീകൃഷ്ണമൂർത്തിയെ സർവഭൂതങ്ങളുടെയും വാസസ്ഥാനമായ പരമാത്മാവായി വിചാരിച്ചിരുന്നു. ദേവസ്യമായ സ്പൃഷ്ടായേ ചാന്യത് അസദാശ്രിത ഭ്രാമ്യതേ ദീർണതദ്വാക്യം ആത്മന്യോക്താത്മനോഹരോ. ആ ദേവന്റെ മായാശക്തിയാൽ വ്യാപിക്കപ്പെട്ട വൃത്തികളോടുകൂടിയ ആ യാദവർ ആത്മാവിൽ നിന്ന് അന്യമായിരിക്കുന്ന ശരീരാദികളിൽ മനസ്സുറപ്പിച്ചിരുന്നു. എന്നാൽ ആത്മാവായ ശ്രീഹരിയിൽ മനസ്സുറപ്പിച്ചിരുന്ന ഭക്തന്മാർ ആ യാദവരുടെ വാക്കുകളിൽ ഭ്രമിച്ചില്ല. അതുകൊണ്ട് അവർ ഭഗവൻ മാഹാത്മ്യം അറിഞ്ഞു. മായയിൽ ഭ്രമിച്ച യാദവർ അറിഞ്ഞതുമില്ല. പ്രദശ്യാതപ്തതപസാമവിതൃപ്തദൃശാം ആദായാന്തരദാഗ്യസ്തു സ്വബിംബം ലോകലോചനം. തപസ് ചെയ്യാത്തവരും തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടിയവരുമായ മനുഷ്യരുടെ മുമ്പിൽ തൻ്റെ ബിംബത്തെ കാണിച്ചിട്ട് ലോകത്തിൻ്റെ കണ്ണുകളെയും അപഹരിച്ചുകൊണ്ട്
ആ രൂപത്തോടുകൂടി ഭഗവാൻ മറഞ്ഞു. ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ തപസ് വേണം. എപ്പോഴും ഭഗവാന്റെ കൂടെ വസിക്കാനും ആ ദിവ്യ സ്വരൂപത്തെ കണ്ട് ആനന്ദിക്കാനും തപസ് ചെയ്തിട്ടില്ലാത്തവരുടെ മുന്നിൽ ഭഗവാൻ തൻ്റെ രൂപത്തെ കാട്ടിക്കൊടുത്തു. അത് കാണാനും തിരിച്ചറിയാനും സാധിക്കാത്തതിനാൽ ആ കണ്ണുകളെയും അപഹരിച്ചുകൊണ്ട് രൂപത്തെ മറയ്ക്കുകയും ചെയ്തു. ലോകത്തിന് കാണേണ്ടത് കാണാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് സാരം. എന്മർത്യലീലോപൈകം സ്വയോഗമായ ബലം ദർശയതാഗ്രഹീതം വിസ്മാപനം സ്വസ്യ സൗപഗർദ്ധേ പരംപദം ഭൂഷണഭൂഷണാംഗം. മർദ്ദലീല നടത്തുവാൻ ഉപകരിക്കുന്നതും സ്വന്തം യോഗബലത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനുമായി ഭഗവാൻ സ്വീകരിച്ചതും സൗന്ദര്യത്തിൻ്റെ അധിവാസമായ തനിക്കും ആശ്ചര്യം ജനിപ്പിക്കുവാൻ പര്യാപ്തമായതുമായ വിധത്തിൽ സൗന്ദര്യം തികഞ്ഞതും ആഭരണങ്ങൾക്കും ആഭരണമായതും ഉത്കൃഷ്ടഭൂതവുമായിരുന്നു. യദ്ധർമ്മസൂനോർപദരാജസൂയേ നിരീക്ഷ്യ ദിക്സ്വസ്ത്യയനം ത്രിലോക കാഷ്ണേന ചാദ്യേഹഗതം വിധാതോ അർവാശ്രുതോ കൗശലമിത്യമന്യത. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ അഗ്രപൂജ സ്വീകരിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ആ ദിവ്യ ശരീരം കണ്ടിട്ട് നേത്രാനന്ദകരമായ ഈ ശരീരത്തെ സൃഷ്ടിച്ചതിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി കൗശലം പൂർണ്ണമായി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് 3 ലോകങ്ങളിലുള്ളവരും വിചാരിച്ചു. യസ്യാനുരാഗപ്ലുതഃ സരാസാലീലാവലോകപ്രതിലബ്ധമാന വ്രജസ്ത്രീയോ ദൃഗ്ഭിരനുപ്രവൃദ്ധാദിയോ വ്രതസ്തു കില കൃത്യശേഷ. രാസക്രീഡാ സമയത്തിൽ അനുരാഗം നിറഞ്ഞതായ ഭഗവാന്റെ കടാക്ഷം സിദ്ധിച്ച ഗോപികമാർ അത് സ്വീകരിച്ച് അത്യാനന്ദത്തോടെ അവരുടെ നേത്രങ്ങളെ ആ ഭഗവാനിൽ സമർപ്പിച്ചപ്പോൾ അവിടെ തന്നെ മനസ്സുറച്ചു പോയതിനാൽ മറ്റു വൃത്തികളൊക്കെ മറന്ന് നിന്നുപോയി. സ്വശാന്തരൂപേഷിതരേ സ്വരൂപേർ അഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാപരേശോ മഹദംശയുക്തോ യജോഭിജാതോ ഭഗവാൻ യഥാഗ്നേ. ജനനമില്ലാത്ത ഭഗവാൻ അരണിയിൽ നിന്ന് അഗ്നി പ്രകാശിക്കുന്നത് പോലെ ഇതരങ്ങളായ രൂപങ്ങളെ സ്വീകരിക്കുന്നു. ദുർജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ശാന്തസ്വരൂപികളെ അനുഗ്രഹിക്കാൻ സർവേശ്വരൻ മഹത്തായ അംശത്തോടുകൂടി ബലരാമസഹിതനായി ഭൂമിയിൽ അവതരിച്ചു. മാം ഖേദയത്യേതദജസ്യ ജന്മാവിഡംബനം യത് വസുദേവഗേഹേ വ്രജേജവാസോരിവയാദിവാ സ്വയം പുരാ വ്യവാൾസീത് യദനന്തവീര്യ. ജനനങ്ങളില്ലാത്ത ആ ഭഗവാൻ വസുദേവഗ്രഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ വളർന്നതും അനന്തവീര്യവാനായിരിക്കുമ്പോഴും ശത്രുക്കളെ ഭയന്നതായി അഭിനയിച്ച് മധുരാപുരം വിട്ടുപോയതും ഓർമ്മിക്കുമ്പോൾ എനിക്ക് വ്യസനമുണ്ടാകുന്നു. ദുനോദിചേതസ്മരതോ മമൈതദ്യഥാഹവാദാവവിവന്ധ്യപിത്രോഹോ താതാംബ കംസാദുർശങ്കിതാനാം പ്രസീദതം നോ കൃതനിഷ്കൃതീനാം. കംസനെ വധിച്ച ശേഷം മാതാപിതാക്കളായ ദേവകി വസുദേവന്മാരുടെ പാദങ്ങളെ വണങ്ങിക്കൊണ്ട് രാമകൃഷ്ണന്മാർ, ഹേ മാതാവേ, ഹേ പിതാവേ, കംസനെ ഭയന്ന് നിങ്ങൾക്ക് മതിയായ ഉപകൃതികളൊന്നും ചെയ്യാതിരുന്ന് ഞങ്ങളോട് പ്രസാദിക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയം തപിക്കുന്നു. കോപാമുഷ്യാഗ്രസരോചരേണം വിസ്മർത്തുമീ ശീതപുമാൻ വിജിഗ്രൻ യോ വിസ്ഫുരഭ്രൂവിടവേന ഭൂമേർ ഭാരം കൃതാന്തേന തിരശ്ചകാര. ഏതൊരുവൻ പുരികക്കൊടികളുടെ ചലനമാകുന്ന അന്തകനെ കൊണ്ട് ഭൂഭാരത്തെ നിശേഷം നശിപ്പിച്ചുവോ ആ ഭഗവാന്റെ പാദധൂളികളുടെ സൗരഭ്യം മണത്തറിഞ്ഞ ഏതൊരു പുരുഷന് അതിനെ മറന്നു കളയാൻ സാധിക്കും. ദൃഷ്ടാഭവദ്ഭിർനനുരാജസൂയേ ചൈതസ്യ കൃഷ്ണം ദിശതോപി സിദ്ധി യാം യോഗിന സംസ്പൃഹ യന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേത. ധർമ്മപുത്രരുടെ രാജസൂയാഗത്തിൽ വെച്ച് കൃഷ്ണനെ നിന്ദിച്ച ശിശുപാലൻ മോക്ഷപ്രാപ്തി നേടിയത് നിങ്ങൾ പ്രത്യക്ഷമായി കണ്ടുവല്ലോ. യോഗികൾ ശ്രേഷ്ഠമായ യോഗത്താൽ എത്താൻ ആഗ്രഹിക്കുന്ന കൃഷ്ണഭഗവാന്റെ വിരഹം ഏതൊരുവൻ സഹിക്കും? തദൈവ ജാനീ നരലോകവീര യാഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രേ ബിബന്ധോ നയനാഭിരാമം പാർത്ഥാസ്ത്രബോധ പദമാപുരസ്യ. അപ്രകാരം തന്നെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഏർപ്പെട്ട അനേകം ലോകവീരന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണന്റെ മുഖാരവിന്ദത്തെ കണ്ടുകൊണ്ട് അർജുനന്റെ ബാണമേറ്റ് പരിശുദ്ധരായി വൈകുണ്ഠത്തെ പ്രാപിച്ചു. സ്വയം സ്വരാജ്യലക്ഷ്മ്യാപ്ത സമസ്തകാമ ബലിം ഹരദ്ഭിശ്ചിരലോകപാലേ കിരീടകോട്യേടിതവാതപീഡ. ആ ഭഗവാനാകട്ടെ അതുല്യനും നിരതിശയനും ത്രിലോകാധിപതിയും സ്വരൂപാനന്ദമാകുന്ന ഐശ്വര്യത്താൽ സമസ്ത കാമങ്ങളെയും പ്രാപിച്ചവനും ബലിയെ സമർപ്പിക്കുന്ന
അതായത് ആജ്ഞാരൂപമായ കപ്പം കൊടുക്കുന്ന ഇന്ദ്രാദിദേവന്മാരാൽ ശിരസ്സു കുനിച്ച് നമസ്കരിക്കപ്പെട്ടും വർണ്ണിക്കപ്പെട്ടും ഇരിക്കുന്ന പാദപീഠങ്ങളോട് കൂടിയവനുമാണ്. തത്തസ്യ കൈങ്കര്യമലം മൃതാനോ വിഗ്ലാപയത്യംഗഹിതുഗ്രസേനം തിഷ്ടന്നിഷണ്ണം പരമേഷ്ടിതിഷ്ണേ ന്യബോധയദ്ദേവനിദാരയേതി. സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട്, ഏ ദേവ, ഇവൻ വന്നിരിക്കുന്നു, ഈ വിധം ഉണർത്തിക്കുന്നു, അതിന് മറുപടി കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സേവ ചെയ്യുന്നത് ഓർക്കുമ്പോൾ ആ ഭഗവാന്റെ ഭൃത്യന്മാരായ ഞങ്ങൾ ഏറ്റവും വ്യസനിക്കുന്നു. അഹോപഗീയം സ്തനകാളകൂടം ജിഗാംസയാ ബാഹ്യദഭ്യസാദ്യേ ദേവേഗതിം ധാതുജിതാം തതോന്യം കമ്പാദയാലും ശരണം വ്രജേമ. ഭഗവാന്റെ കാരുണ്യം ആശ്ചര്യം തന്നെ. ദുഷ്ടയായ പൂതന മുലയിൽ വിഷം പുരട്ടിക്കൊണ്ടുവന്ന് പാൽ കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അവൾക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്ത് സൽഗതി നൽകി. ഇങ്ങനെയുള്ളവനിൽ നിന്ന് അന്യനായ ഏത് ദയാലുവിനെ നമ്മൾ ഇനി ശരണം പ്രാപിക്കും? മന്യേശ്വരാൻ ഭാഗവതാം സ്രതീശേ സംരംഭമാർഗാഭിനിവിഷ്ടജിത്താൻ യസംയുഗേ ചക്ഷതാക്ഷ്യപുത്രം അംസേ സുനാഭായുധമാപദന്തം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തി ത്രിലോകത്തെയും നിലനിർത്തിപ്പോരുന്ന അസുരന്മാരും ഭഗവത് ഭക്തന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ശത്രുഭാവത്താൽ അവർ ഭഗവാനിൽ സദാ മനസ്സുറപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ ഗരുഡന്റെ പുറത്തു കയറി ശംഖ് ചക്ര ഗദാപാണിയായി നേരിട്ട് വരുന്ന ഭഗവത് സ്വരൂപത്തെ അവർ കണ്ടിരിക്കുന്നുവല്ലോ. പ്രേമഭക്തിയുള്ളവർ പ്രേമഭക്തി കൊണ്ടും അല്ലാത്തവർ വിദ്വേഷഭക്തി കൊണ്ടും ഭഗവാനെ ദർശിക്കുന്നു എന്ന് സാരം. വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രവന്ദനെ ചികീശോർഭഗവാനസ്യ സമജേനാഭിയാജിത. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം അധർമ്മികളെ സംഹരിച്ച് ഭൂമിക്ക് ക്ഷേമം നൽകാനായി വസുദേവന് ദേവകിയിൽ പുത്രനായിട്ട് കംസന്റെ കാരാഗ്രഹത്തിൽ ഭഗവാൻ അവതരിച്ചു. തതോ നന്ദവ്രജമിത പിത്ര കംസ വിബിഭ്യത ഏകാദശ സമാസ്തത്ര ഗൂഢാർച്ചി സബലോപസത്. കംസനെ ഭയപ്പെട്ടിരുന്ന പിതാവായ വസുദേവൻ നന്ദഗോകുലത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ 11 വത്സരം ബലരാമനോടുകൂടി മറയ്ക്കപ്പെട്ട തേജസ്സോടുകൂടി വസിച്ചു. പരീതോ വത്സവേ വത്സംസാരയൻ ബഹരത് വിഭു യമുനോപവനേ കുജത് ദ്വിജസങ്കുലിതാംഗ്രിവേ. പശുപാലകന്മാരാൽ ചുറ്റപ്പെട്ടവനായി പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ വസിക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ യമുനാതടത്തിൽ വിഹരിച്ചു. കൗമാരിം ദശയം ജ്യേഷ്ഠാം പ്രേക്ഷണീയാം മൃജൗകസാം രുധന്യവഹസന്മുഗ്ധ ബാലസിംഹാവലോകന. ബാലലീലകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ചൊടിയുള്ള സിംഹക്കുട്ടിയെപ്പോലെ നോക്കിയും ചിലപ്പോൾ കരയുന്നത് പോലെ കാണിച്ചും ചിലപ്പോൾ ചിരി തൂകിയും കാണാൻ ഭംഗിയുള്ള ചേഷ്ടകളെ കൊണ്ട് വ്രജവാസികളെ മോഹിപ്പിച്ചു. സയേവ ഗോദനം ലക്ഷ്മ്യാനികേതം സിതഗോവൃഷം ചാരയൻ അനുഗാൻ ഗോപാൻ രണദ്വേണുരജീരമത്. ആ ഭഗവാൻ തന്നെ കുട്ടികളെ മേയ്ക്കുന്ന വേല വിട്ട് ശ്രീദേവിയുടെ വാസസ്ഥാനമായ വെളുത്ത പശുക്കളും കാളകളും ഉള്ളതായ ഗോദനത്തെ പരിപാലിക്കുന്ന ജോലിയിലേർപ്പെട്ട് അനുഗമിക്കുന്ന ഗോപന്മാരെ വേണുഗാനം കൊണ്ട് രമിപ്പിച്ചു. പ്രയുക്താൻ ഭോജരാജേനാമായിന കാമരൂപിണ ലീലയാവനുദത്തം സ്ഥാൻ ബാലക്രീഡനകാനിവ. ഗോകുലത്തിൽ കൃഷ്ണനുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഭഗവാനെ വധിക്കുവാൻ കംസനാൽ അയക്കപ്പെട്ടവരും ഇച്ഛ പോലെ രൂപം മാറാൻ കഴിവുള്ളവരുമായ മായാവികളായ അസുരന്മാരെ മായാവിയായ താൻ തന്നെ കളിക്കോപ്പുകൾ എന്ന പോലെ നശിപ്പിച്ചു. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്താപ്യാപായസ്തത്തോയം പ്രകൃതിസ്ഥിതം. കാളിന്തിയിലെ വിഷജലം പാനം ചെയ്ത് മരിച്ചു കിടന്ന ഗോപന്മാരെയും ഗോക്കളെയും എഴുന്നേൽപ്പിച്ച് സർപ്പാധിപനായ കാളിയൻ്റെ അഹങ്കാരം നശിപ്പിച്ച് അവിടെ നിന്ന് സ്വന്തം ഗ്രഹത്തിലേക്ക് പായിച്ചിട്ട് ആ നദിയിലെ ജലം പാനം ചെയ്യാൻ യോഗ്യമാക്കി തീർത്തു. അയാജയത് ഗോസവേന ഗോപരാജം ദ്വിജോത്തമേ വിത്തസ്യാജോരുവാരസ്യ ചികീഷൻ സദ്വ്യയം വിഭുഹോ. നന്ദഗോപരുടെ ധനം അധികരിച്ചപ്പോൾ അത് നല്ല കാര്യത്തിനായി വിനിയോഗിക്കണം എന്ന് ഉപദേശിച്ച് ആ പ്രഭു ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി നന്ദഗോപരെ കൊണ്ട് വിധിപ്രകാരം ഗോസവം എന്ന യാഗം കഴിപ്പിച്ചു. അർഷതീന്ദ്രേ വ്രജക്കോപാഭക്തമാനേതി വിഹ്വല ഗോത്രലീലാതപത്രേണ ത്രാതോ ഭദ്രാനുഗൃഹ്ണത. ഇന്ദ്രയാഗം മുടക്കിയതിൽ അഭിമാനക്ഷതം നേരിട്ട് ഇന്ദ്രൻ കോപിച്ച് അതിവർഷമുണ്ടാക്കി
ഗോകുലത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഏറ്റവും പരവശമായ ഗോകുലം ഭയചകിതരായി. ഈ പൂജ അവരെ അനുഗ്രഹിക്കുന്ന ആ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ലീലാരൂപേണ എടുത്ത് കുടയാക്കി പിടിച്ച് ഗോകുലത്തെ രക്ഷിച്ചു. ശരശിഖരേ മൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ ശ്രീനാം മണ്ഡലമണ്ഡന. ശരൽക്കാലത്ത് ശുഭ്രമായ ആകാശത്ത് ഉദിച്ചുയർന്ന ചന്ദ്രകിരണങ്ങളുടെ ശീതളിമയിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ പ്രദോഷ സമയത്തെ ബഹുമാനിക്കാനെന്ന മട്ടിൽ മനോഹരമായി വേണുഗാനം മുഴക്കി. അത് കേട്ട് അവിടെ വന്നുകൂടിയ ഗോപികളുടെ സംഘത്തെ അലങ്കരിച്ചുകൊണ്ട് അവരോടൊപ്പം രമിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായാം തൃതീയ സ്കന്ധേ വിദുരോദ്ധവ സംവാദേ ദ്വിതീയോധ്യായഃ. 3-ാം സ്കന്ധം 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.